ലെഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് ആണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ലെഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സിനകത്ത് നമ്മൾ ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് കാണുന്നത്? ഒന്ന് 3 വേരിയബിൾ എക്സ്ട്രീമം പ്രോബ്ലം വിത്ത് 1 കൺസ്ട്രെയിൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ അതിൻ്റെ മാക്സിമം മിനിമം കണ്ടുപിടിക്കുക. അതാണ് മാക്സിമൈസ് ഓർ മിനിമൈസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഏതെങ്കിലും ഒരു കർവിലായിരിക്കും ഇത് ചെയ്യാൻ പറയുന്നത്. എന്നുവെച്ചാൽ ആ കർവിൻ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ്റെ എക്സ്ട്രീമോ അല്ല, ആ പർട്ടിക്കുലർ കർവിലുള്ള എക്സ്ട്രീമോ ആയിരിക്കും. കർവ് മീൻസ് എന്തെങ്കിലും ക്ലോസ്ഡ് കർവ് ആയിരിക്കും. അതിലുള്ള മാക്സിമം മിനിമം ആയിരിക്കും ചോദിക്കുന്നത്. അതിനെ നമ്മൾ കൺസ്ട്രെയിൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ 2 വേരിയബിൾ വരുമ്പോൾ f(x, y) എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് g(x, y). തിയറം നോക്കാം. കൺസ്ട്രെയിൻറ്റ് എക്സ്ട്രീമം പ്രിൻസിപ്പിൾ ഫോർ 2 വേരിയബിൾ ആൻഡ് 1 കൺസ്ട്രെയിൻറ്റ്. ലെറ്റ് f and g be functions of 2 variables with a continuous first partial derivatives on some open set containing the constraint curve g(x, y) equal to 0. അതായത് ഈ കൺസ്ട്രെയിൻറ്റ് കർവേൽ ഫംഗ്ഷൻ എഫിനും ജിനും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് അസ്യൂം ദാറ്റ് del g not equal to 0 ആയിരിക്കണം അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് കർവ്. ഇഫ് എഫ് ഹാസ് എ കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമം ദെൻ ദിസ് എക്സ്ട്രീമം ഒക്കേഴ്സ് അറ്റ് എ പോയിന്റ് ordered where x naught y naught at a point ordered where x naught y naught on the constraint curve at which the gradient vectors del f of x naught y naught and del g of x naught y naught are parallel. ഓക്കെ, അപ്പോൾ എഫിന് ഒരു കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ ദെൻ ഈ എക്സ്ട്രീം ഒക്കർ ചെയ്യുന്നത് ഡെൽ എഫും പാരലൽ ആവുന്ന പോയിന്റിലായിരിക്കും. അതായത് ഈ എഫിൻ്റെ മാക്സിമം മിനിമം ഈ കർവേലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ del f of x naught y naught is equal to lambda del g ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടും പാരലൽ ആകുന്ന സമയത്തായിരിക്കും ഇതിന് എക്സ്ട്രീമം ഒക്കർ ചെയ്യുന്നത്. പാരലൽ ആകുമ്പോൾ ഒന്നൊന്നിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ, അതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അറ്റ് വാട്ട് പോയിന്റ് ഓർ പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ x square plus y square equal to 1 does f of x y is equal to x into y have an absolute maximum and what is that maximum? അപ്പോൾ x square plus y square equal to 1 എന്ന് പറയുന്ന സർക്കിളിൽ f of x is equal to x into yക്ക് അബ്സല്യൂട്ട് മാക്സിമം മിനിമം ഉണ്ടോ, ഹാവ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് മാക്സിമം, അത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x square plus y square equal to 1 എന്ന് പറയുന്ന സർക്കിളിലാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്താണ് x square plus y square equal to 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ്. മൊത്തത്തിലുള്ളതല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് f of x is equal to x into y എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി ഫ്രം ദിസ് എക്സ്ട്രീം വാല്യൂ തിയറത്തിൽ നമുക്ക് അറിയാം എഫ് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? del f is equal to lambda del g, ആ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പം f of x is equal to x into y subject to the constraint g of x is equal to x square plus y square minus 1. Also del f is equal to yi plus x into j and del g is equal to 2xi plus 2yj. ഇനി del g equal to 0 if and only if del g equal to 0 ആകരുത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. del g എപ്പോൾ 0 ആവും? എക്സും വൈയും 0 ആയിരിക്കുമ്പോഴാണ് നമുക്ക് del g 0 ആവുക. ഇനി del g നോട്ട് ഈക്വൽ, ഇനി del g നമ്മുടെ കർവേല 0 ആകരുതെന്നും പറയുന്നുണ്ട്. x square plus y square equal to 1 എന്ന് പറയുന്ന കർവേൽ ഒരിക്കലും എക്സും വൈ 0 ആവുന്ന പോയിന്റ് വരത്തില്ല. എക്സും വൈ 0 ആയി കഴിഞ്ഞാൽ x square plus y square 1 ആവത്തില്ലല്ലോ. അപ്പോൾ del g ഒരിക്കലും x square plus y square equal to 1 0 ആവുന്നില്ല. ഇനി ആറ്റ് കൺസ്ട്രെയിൻറ്റ് റിലേറ്റീവ് എക്സ്ട്രീമം വി മസ്റ്റ് ഹാവ് del f is equal to lambda into del g. അപ്പോൾ del f കൊടുക്കുന്നു equal to lambda into del g. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എക്സും വൈയും 0. ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണ്, വൈ ഈക്വൽ ടു 0 ആണ്. അത് രണ്ടും നമ്മൾ എടുക്കുന്നില്ല, കാരണം കൺസ്ട്രെയിൻറ്റ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അപ്പോൾ എക്സും വൈ 0 അല്ലെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡ ഇസ് ഈക്വൽ ടു y by 2x എന്ന് വരും. അതേപോലെ തന്നെ മറ്റേതിൽ നിന്ന് ലാംഡ ഇസ് ഈക്വൽ ടു x by 2y എന്ന് വരും. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു x സ്ക്വയർ എന്ന് കിട്ടും. ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും. x ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1/√2. ഇത് നമുക്ക് വൈക്കകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പോയിൻറ്റുകൾ നമുക്ക് കിട്ടും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മാക്സിമം 1/2 ആണെന്നും അബ്സല്യൂട്ട് മിനിമം -1/2 ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.